ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സാമാണ് നാളെ, അതായത് ഹാഫ് എക്സാമിനേഷൻ നാളെ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഇത് തലേ ദിവസമാണ്. നാളെ കുഴപ്പമില്ലാത്ത സബ്ജക്റ്റാണ്, ലാംഗ്വേജാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ പഠിക്കണ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഗായ്സ്, നാളെയാണ് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ്, അതായത് ഫസ്റ്റ് എക്സാം സെക്കൻഡ് ലാംഗ്വേജ് ആണ്. പിന്നെ ഞാൻ മലയാളം എടുത്തിരിക്കണത്. അപ്പോൾ എന്തായാലും എൻ്റെ +1 ആദ്യത്തെ എക്സാമാണ്. എങ്ങനെ സമയം ഒന്നും അറിയില്ല. കുറേ 10th ലാസ്റ്റ് എഴുതിയതുകൊണ്ട് തന്നെ ഓൺ എക്സാം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ എന്താ കാട്ടണമെന്നൊന്നും അറിയില്ല. ടൈം കറക്റ്റായിട്ട് 2.5 മണിക്കൂർ കൊണ്ട് എഴുതാൻ കഴിയുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പിന്നെ പഠിക്കേണ്ട കാര്യമായാലും ഞാൻ മലയാളത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇതുവരെ കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോഴാണ് കുറേ ചാപ്റ്റർ പഠിക്കാണ്ട്. എന്തായാലും ഇന്ന് എങ്ങനെയൊക്കെ തീർക്കണം. പിന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. അപ്പോൾ ഉച്ച വരെയും ടൈമുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ എന്നത്തെമാതിരി ലാംഗ്വേജ് അല്ല കരുതി ഞാൻ മാറ്റി വെച്ചായിരുന്നു. പക്ഷെ ഒക്കെപ്പാടെ തലക്കിട്ട് കൊള്ളുമെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത്രയൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഒന്നാമത് ഈ കവിതകളും പിന്നെ സാഹിത്യങ്ങളൊന്നും ഒക്കെ തലേക്കല്ല. കഥകൾ പിന്നെയും കുഴപ്പമില്ല. പിന്നെയാണ് നമ്മളിതായി ഫ്രിഡ്ജിൽ ഒരു ഗുലാബ് ജാമുൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. കാരണം ഞാൻ ഗുലാബ് ജാമുൻ കുറേ മുന്നേ കഴിച്ചാണ്. എനിക്ക് മധുരം വലിയ ഇഷ്ടമല്ല. ഇങ്ങനെ കുത്തണ മടുപ്പില്ല മധുരമൊക്കെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ആക്കാതെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നെന്തായാലും അതൊന്ന് ട്രൈ ആക്കാൻ വിചാരിച്ചു. അങ്ങനെ ആദ്യം കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും അതേ കൂടെയും അത് പൊട്ടിച്ചു. പക്ഷെ അത് കണ്ടപ്പോൾ എന്തോ ഇഷ്ടമായില്ല. പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് മധുരം അധികം തന്നെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ 3-4 ഒറ്റയടിക്കിരുന്ന് കഴിച്ചു. പിന്നെ നമ്മളിതാ പിന്നെ പഠിക്കാൻ വേണ്ടി കയറി. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കണമൊക്കെ നല്ല ഇഷ്ടമാണ്. കാരണം സൂര്യപ്രകാശവും പിന്നെ കുറച്ച് വെയിലും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പഠിക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ ഇതേമാതിരി ജ്യൂസ് ഉണ്ടായിരുന്നു. ട്രോപ്പിക്കാന അവരുടെ ജ്യൂസ് ഇട്ടു. അതിൻ്റെ പല ഫ്ലേവറും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നമ്മൾ 7 മണി ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ നമുക്കിനി എന്തായാലും ഒന്നും കൂടി നേരം പോലെ പഠിക്കാം. ഇപ്പൊക്കെ നല്ല ടെൻഷൻ കയറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ സമാധാനം നാളെ ഉച്ചക്കാണ് എന്നാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി ടൈമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഓരോ പാഠം ഇങ്ങനെ നോക്കി പോവാം. ഞാൻ പിന്നെ ലാംഗ്വേജ് ഇന്നാണ് ആദ്യമായിട്ട് ബുക്ക് കാണുന്നത്. പാഠത്തിൻ്റെ പേര് വരെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് നോക്കുന്നത്. കറക്റ്റ് നോട്ട് പോലും ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഗൂഗിൾ നോക്കിയിട്ടൊക്കെ പഠിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ കഥകളും യൂട്യൂബിൽ കുറേ ക്ലാസ് ഇരുന്ന് കേട്ടിട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ എക്സാം നേരം പോലെ എഴുതാൻ വെച്ചത്. ഇപ്പം ഞാൻ ഈ വോയിസ് എടുക്കുമ്പോൾ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, എൻ്റെ മാക്സിമം ഞാൻ എഴുതിട്ടോ. പക്ഷേ ടൈം നല്ല സീനുണ്ടായിരുന്നു. ടൈം കുറച്ച് ഇതായി, ബാക്കിയൊന്നും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഇതാ അവസാനം നമ്മൾ ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. എൻ്റെ ടേബിളിൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട. പഠിക്കുമ്പോൾ ഞാൻ ഫുൾ വൃത്തിയേടാക്കിയിട്ടു കേട്ടോ. പഠിച്ച് തുടങ്ങുമ്പോൾ നല്ല വൃത്തിയാക്കാനും, പക്ഷെ പഠിച്ച് കഴിയാൻ നേരത്തൊക്കെ ഭയങ്കര അലങ്കോലാവും. അങ്ങനെ ഇതാ ഞാൻ ആകെ ടയേർഡായിരിക്കുന്നു. ഇതൊരു 8 മണി ആ സമയമാണ്. എന്നിട്ടും ഞാൻ കുഴങ്ങും. കാരണം എക്സാമൊക്കെ ഉണ്ടെങ്കിൽ 8 മണിക്കേ ഉറക്കം വല്ല തുടങ്ങും. പിന്നെ കൺട്രോൾ ചെയ്തിരിക്കലാണ്. അങ്ങനെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഗായ്സ്, ഇപ്പം എത്ര സമയം? 11 മണി, കറക്റ്റ് 11 മണി ആയിക്കണേ. ഇനി എന്തായാലും നമുക്ക് 4 മണിക്ക് നീച്ചാൽ വിചാരിച്ചു. ഞാൻ കല്ലുറക്കം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പോയിട്ട് 4 മണിക്ക് കാണാം. അങ്ങനെ നമ്മളൊരു 4 മണിക്ക് നീച്ചിട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും 4 മണി ആ ടൈമിലൊക്കെ നല്ല എനർജി ആക്കാരം. പിന്നെ ഞാൻ കുറച്ചും കൂടി എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആ ജ്യൂസ് പോയിട്ട് കുടിച്ചിട്ടോ. പിന്നെ നമ്മൾ വന്ന് നമ്മളെ പുസ്തകം ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് നോട്ടും എൻ്റെ കയ്യിൽ കുറേ PDF ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ നോക്കണത്. അങ്ങനെ പിന്നെ ഒരു 5:30 ആ ടൈം ആയപ്പോഴത്തേക്കും എൻ്റെ ഏകദേശം നോട്ടും ടെക്സ്റ്റും നോക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഈ കവികളെ കുറിച്ചുള്ള സാധനങ്ങളും അങ്ങനത്തെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ ആയപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി. കാരണം കുറച്ച് കാറ്റും വെളിച്ചം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത് ആദ്യമൊക്കെ നീച്ചു. അതിന് ശേഷം നമ്മളൊരു 9 മണി to 10 മണി വരെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നീച്ചിട്ടാണ് ഈ യൂണിഫോം അയൺ ചെയ്തു. അതുപോലെ തന്നെ നല്ലപോലെ കുളിച്ചു. അങ്ങനെ ഉറക്കമൊക്കെ പോയി സെറ്റായി. പിന്നെയാണ് നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്തത്. സാധാരണ നീച്ചൊക്കെ തന്നെ ക്ലീൻ ചെയ്യലുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട്. ഇന്ന് ഞാൻ മേക്കപ്പ് ഇടുന്ന വീഡിയോ കാണിച്ചു തരുന്നില്ല കേട്ടോ. എല്ലാ വീഡിയോയിലും ഉണ്ടാവും ഞാൻ മേക്കപ്പ് ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാനത് ഒഴിവാക്കി. അങ്ങനെ അത് നമ്മളൊക്കെ സെറ്റാക്കി ചായ കുടിച്ച് നമ്മൾ നേരെ സ്കൂൾക്ക് പോവാണ്. അതിൻ്റെ മുന്നേ പിന്നെ നമ്മൾ ആ ജ്യൂസ് തന്നെ എടുത്ത് കുടിക്കാം കേട്ടോ. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടമായി. അപ്പോൾ എന്തായാലും അതിന് ശേഷം നമ്മൾ നേരെ പോയി എക്സാം എഴുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.